നമസ്കാരം. നാട്ടിൻ പുറത്തേക്ക് സ്വാഗതം. ഇടുക്കി ശാന്തൻപാറയിലെ ശാലോംകുന്ന് മലനിരകളിലെ നീലക്കുറിഞ്ഞി പൂക്കൾ കാണാനെത്തുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ശിലായുഗ കാലത്തിന്റെ അവശേഷിപ്പായ കുത്തുകല്ലാണ് ഇത്. 3000 വർഷങ്ങൾക്ക് മുൻപ് ശിലായുഗ മനുഷ്യർ വാനനിരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നതാണ് ഈ കുത്തുകല്ലുകൾ എന്നാണ് പറയപ്പെടുന്നത്. ശിലായുഗകാലത്തെ ചരിത്ര അവശേഷിപ്പുകളാൽ സമ്പന്നമാണ് ഇടുക്കി മലനിരകൾ. ഇത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കുത്തുകല്ലാണ് ശാന്തൻപാറ മലമുകളിലേത്. കിഴക്കാതി മലനിരയുടെയും ശാലോംകുന്ന് മലയുടെയും മധ്യത്തുള്ള പുൽമേട്ടിലാണ് ഈ കുത്തുകല്ല്. ശിലായുഗ മനുഷ്യർ വാനനിരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നതാണ് ഇവയെന്നാണ് ചരിത്രം പറയുന്നത്. ഉദയാസ്തമങ്ങൾക്കൊപ്പം കുത്തുകല്ലിൻ്റെ മാറിമറയുന്ന നിഴലുകളെ അടിസ്ഥാനമാക്കിയാണ് സമയവും കാലവും ആദിമ മനുഷ്യർ നിശ്ചയിച്ചിരുന്നത്. വീരപുരുഷന്മാരുടെ ഓർമ്മക്കല്ലുകളായും ഇതിനെ വ്യാഖ്യാനിക്കുന്നതായി ഗവേഷകർ പറയുന്നു. ഈ ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരം ചരിത്ര നിർമ്മിതികൾ ഏകദേശം BC 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്ന ഈ ചരിത്രശേഷിപ്പുകൾ ഒട്ടനവധി പഠനങ്ങൾക്ക് ഗവേഷണങ്ങൾക്ക് അവസരം നൽകുന്നതാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലൊരു കൃത്യമായ പഠനമോ ഗവേഷണമോ ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. ഇതൊരു പ്രവാസ സമൂഹം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് പിൻവാങ്ങിപ്പോയതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. 10 അടിയിലധികം ഉയരമുള്ള കുത്തുകല്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാറക്കല്ലുകൾ കീറിയെടുത്ത് കൃത്യമായി കൂട്ടിയോജിപ്പിച്ച് ഉയരത്തിൽ സ്ഥാപിച്ചത് എങ്ങനെയെന്നതും അതിശയമാണ്. 7 അടി വീതിയും 5 അടി കനവും ഉണ്ട് ഈ നിർമ്മിതിക്ക്. മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ ആദിമ സംസ്കൃതിയുടെ തുടർച്ചയാണ് ഇവയെന്നാണ് കരുതുന്നത്. 3000 വർഷം പിന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ നിർമ്മിതി കുറിഞ്ഞിപ്പൂക്കൾ കാണുവാൻ എത്തുന്നവർക്ക് കൗതുകമാണ്. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് കാലത്ത് വിരൽത്തുമ്പിൽ വിദ്യാഭ്യാസ വിവരങ്ങൾ ലഭ്യമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുകയാണ് 3 യുവ അധ്യാപകർ. എഡ്എക്സ്പോ എന്ന മൊബൈൽ ആപ്പ് വഴി കേരളത്തിനകത്തും പുറത്തുമുള്ള ട്യൂഷൻ സെന്റർ മുതൽ സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോഴ്സുകൾ, ജോലി സാധ്യതകൾ എന്നിവ അറിയാൻ കഴിയും. ആപ്പിന്റെ സേവനം സൗജന്യമാണ്. കേരളത്തിനകത്തും പുറത്തും ഉപരിപഠനത്തിലുള്ള കോഴ്സുകൾ മുതൽ ട്യൂഷൻ സെന്റർ, സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജോലി സാധ്യതകൾ എന്നിവ ഇനി ഒറ്റ ക്ലിക്കിൽ അറിയാം. 3 യുവ അധ്യാപകരാണ് മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത്. പട്ടാമ്പി സ്വദേശി സജിത് ശ്രീധരൻ, പാണ്ടിക്കാട് സ്വദേശി ജോബിൻ സെബാസ്റ്റ്യൻ, പുലാമുതൽ സ്വദേശി അബ്ദുൾ റഹീം എന്നിവരാണ് എഡ്എക്സ്പോ ആപ്പിന് പിന്നിൽ. ആപ്പിന്റെ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന റാൽഫിസ് ടെക്നോളജീസിന്റെ സഹായത്തോടെയാണ് ആപ്പ് തയ്യാറാക്കിയത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിൽ ആണെന്ന് കണ്ടെത്താൻ ഈ ആപ്പിലൂടെ സാധ്യമാകും. ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കരിയർ ഗൈഡൻസും എഡ്എക്സ്പോ നൽകുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ആവശ്യമായ കോഴ്സുകൾ, കോളേജുകൾ, അവരുടെ ജോലി സാധ്യതകൾ ഇതൊക്കെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയം ഞങ്ങൾ രൂപപ്പെട്ടത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എഡ്എക്സ്പോ എന്നുള്ളൊരു ആപ്പ് ലോഞ്ച് ചെയ്യാനുണ്ടായ കാരണം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് അവരുടെ കോഴ്സുകളും അവരുടെ കരിയേഴ്സും പല തരത്തിലുള്ള അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എവിടേക്കുള്ളതെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം വേണമെന്ന് ആഗ്രഹിച്ചു. ജോലി സാധ്യതകൾ അന്വേഷിച്ചിട്ട് നമ്മൾ പലരും നടന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കയ്യിലേക്ക് എത്തുന്ന ഒരു ടെക്നോളജി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ എഡ്എക്സ്പോ എന്നുള്ളത് ലോഞ്ച് ചെയ്തത്. മന്ത്രി കെ രാജൻ എഡ്എക്സ്പോ ആപ്പ് ലോഞ്ചിങ് നിർവഹിച്ചു. നിലവിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ പരിചയപ്പെടുത്താൻ എഡ്എക്സ്പോ ആപ്പിലൂടെ അവസരമൊരുക്കിയിട്ടുണ്ട്. അതുപോലെ ഉദ്യോഗാർത്ഥികളിലേക്ക് ജോലി അവസരങ്ങൾ എത്തിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ആപ്പിന്റെ കൂടുതൽ വിപുലീകരണത്തിനായി സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് ഈ അധ്യാപകർ. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് ഇടയിലക്കാട് ദ്വീപിന്റെ തീരത്തിന് സംരക്ഷണമൊരുക്കിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളിയായ ഒ രാജൻ. കായലിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കണ്ടൽ വിത്തുകളാണ് കായൽ തീരത്ത് നട്ടുപിടിപ്പിക്കുന്നത്.
കവ്വായി കായലിന്റെ തീരത്ത് കണ്ടലുകൾ നട്ടുപിടിപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ഇടയിലക്കാട്ടെ ഒ രാജൻ. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് രാജൻ കണ്ടൽ ചെടികൾ നട്ടുതുടങ്ങിയത്. കായലിൽ ഒഴുകിപ്പോകുന്നവ ശേഖരിച്ചായിരുന്നു തുടക്കം. പിന്നീട് പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് 700 ചെടികൾ നട്ടുപൂർത്തിയായപ്പോൾ 1000 തികയ്ക്കണം എന്ന ആഗ്രഹമായി. വലയിൽ കുരുങ്ങി കിട്ടിയ 5-6 കണ്ടലുകൾ അത് ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായിരുന്നു നട്ടു. തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ കണ്ടലുകൾ കിട്ടുകയും അത് നടുകയും പിന്നെ കൂടുതലും ശേഖരിക്കാൻ വേണ്ടി പോയ സമയത്ത് കൂടുതൽ കണ്ടലുകൾ കിട്ടി. അങ്ങനെ 500 കഴിഞ്ഞ സമയത്ത് നവോദയ വായനശാല ഇടയിലേക്കാടിൻ്റെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് അവരൊരു 300 കണ്ടലുകൾ തരികയും അങ്ങനെ 1000 കണ്ടലുകൾ ഇന്ന് 1100 കണ്ടലും നട്ടു. ലക്ഷ്യം തികയ്ക്കുന്നതിനായി കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകരിൽ നിന്ന് ചെടികൾ വാങ്ങി. നാട്ടിലെ കണ്ടൽ സംരക്ഷകനായ നിതിനും ചെടികൾ നൽകി. നട്ട വിത്തുകളും ചെടികളും ഓളങ്ങളിൽപ്പെട്ട് ഒഴുകിപ്പോകാതിരിക്കാൻ ഓലമടൽ കൊണ്ട് സംരക്ഷണ കവചവും തീർത്തു. തൊഴിലിനിടയിലെ ഇടവേളകളിലാണ് പരിപാലനം. ഇടയിലക്കാട് തെക്കേ മുനമ്പിൽ വടക്ക് കിഴക്കായി 1 കിലോമീറ്റർ നീളത്തിൽ കായലോരത്ത് വിത്തുകൾ നട്ടുമുളപ്പിച്ചു. പ്രവർത്തനം കൂടുതൽ പ്രദേശത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഓണക്കാലത്ത് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുക്കാൻ ഇനി മലപ്പുറം നിറമരുതൂരിൽ നിന്നുള്ള പൂക്കളും. നിറമരുതൂർ പഞ്ചായത്തിലെ 12 ഇടങ്ങളിലെ പൂപ്പാടങ്ങൾ കുടുംബശ്രീയുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു കൃഷി. കഴിഞ്ഞ വർഷം മുതലാണ് നിറമരുതൂരിൽ പൂക്കൃഷി തുടങ്ങിയത്. ഇത്തവണ തൃശൂർ, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ പൂവിന് വിപണി കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് കർഷകരും അധികൃതരും. യുവാക്കൾ തന്നെ മുൻകൈയെടുത്ത് ഈ പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് ഈ മാതൃക. എല്ലാവരും തുടർന്നാൽ നമുക്ക് അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന പൂക്കളുടെ വരവ് കുറക്കാൻ പറ്റും. ആ ഒരു ഇൻകം, ആ ഒരു വരുമാനം നമുക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. മികച്ച വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിസന്ധി കാലത്ത് നിരവധി പേർക്കാണ് കൃഷി സഹായകരമാകുന്നത്. ന്യൂസ് 18 തിരൂർ. മാജിക്കിലൂടെ റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് അശ്വിൻ എന്ന മിടുക്കൻ. കഴിഞ്ഞ പരിശീലനത്തിലൂടെ 1 മിനിറ്റിൽ 18 മാജിക്കുകളാണ് അശ്വിൻ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ മജീഷ്യനായ അശ്വിന്റെ ജീവിതകഥയും മാജിക് പോലെ തന്നെ. ഏറ്റവും കൂടുതൽ മാജിക്കുകൾ അവതരിപ്പിച്ചതിനാണ് അശ്വിനെത്തിയുടെ റെക്കോർഡുകളെത്തിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി ഈ 23-കാരൻ. തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ മജീഷ്യനാണ് അശ്വിൻ. കഠിന പരിശീലനത്തിലൂടെയാണ് റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിയത്. 1 മിനിറ്റിൽ 18 മാജിക് പെർഫോം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സെലക്ടഡ് ആയി. അതിനുശേഷമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യയിൽ സെലക്ടഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യയിൽ അപ്ലൈ ചെയ്തിട്ടാണ്. അതിനുശേഷം ഞാൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നറാണ്. മാജിക് പോലെയാണ് അശ്വിന്റെ ജീവിതവും. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിക്കുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. പിന്നീട് മുത്തശ്ശിയുടെ തണലിലാണ് അശ്വിൻ വളർന്നത്. മുത്തശ്ശി കൂടി മരിച്ചതോടെ അശ്വിൻ തീർത്തും അനാഥനായി. അങ്ങനെ അമ്മയെ കണ്ടെത്താനായി പിന്നീടുള്ള ശ്രമം. ഒടുവിൽ ചിറയും കീഴുള്ള അഗതി മന്ദിരത്തിൽ നിന്നും അമ്മയെ കണ്ടെത്തി. എന്നാൽ സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ അശ്വിന് കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കൊണ്ടു നടത്താനുള്ള ഒരു വീടില്ല. ഇപ്പോൾ ഞാൻ ആക്ച്വലി മാജിക് പ്ലാനറ്റിന്റെ ആർട്ടിസ്റ്റ് വില്ലേജിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഇനി എന്നെങ്കിലും എൻ്റെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയതിനു ശേഷം ഞാനും അമ്മയും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുണ്ട്. കൈയടക്ക വിദ്യയിലൂടെ കാണികളെ രസിപ്പിക്കുമ്പോഴും അന്തിയുറങ്ങാൻ ഇടമില്ലാതെ വിഷമിക്കുകയാണ് ഈ കലാകാരൻ. ന്യൂസ് 18 വിതുര. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് പത്തനംതിട്ടയിലെ ശില്പ. കോവിഡിൽ ജീവിതം വഴിമുട്ടിയതോടെ വിവിധതരം ചായയുടെ രുചിക്കൂട്ടുകൾ ഒരുക്കിയ സംരംഭം ഇന്ന് വിജയത്തിന്റെ പാതയിലാണ്. ആവി പറക്കുന്ന ചായയിൽ പലതരം രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന തിരക്കിലാണ് BSc ബിരുദധാരിയും വീട്ടമ്മയുമായ ശില്പ. വീട്ടിലെ അടുക്കളയിലായിരുന്നു ചായയിലുള്ള ആദ്യ പരീക്ഷണങ്ങൾ. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശത്തുള്ള ഭർത്താവിന്റെ ജോലി നഷ്ടമായി ജീവിതം വഴിമുട്ടിയതോടെയാണ് വീട്ടിലെ പരീക്ഷണങ്ങൾ പുതിയ സംരംഭത്തിലൂടെ ജീവിതോപാധിയാക്കി മാറ്റിയത്. അടൂർ ബൈപ്പാസിലാണ് ശില്പയുടെ ചായക്കട. വിവിധതരം രുചികളിലുള്ള ചായ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിയതോടെ ശില്പയുടെ ജീവിതം ഇന്ന് വിജയ വഴിയിലാണ്. മേഖലയിൽ എത്തിച്ചേർന്നത് ഒരു രീതിയിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല ഞാൻ. പിന്നെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ വന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി, ബ്രദേഴ്സ്, കസിന്, അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച്
ഒരു സംരംഭം തുടങ്ങിയതാണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോന്നിയിലായിരുന്നു. അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഷോപ്പ് ഇട്ടു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഷോപ്പ് ഉണ്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ബേസ്ഡ് നമ്മൾ കൊടുക്കാൻ ഒരു തീരുമാനം ഇങ്ങനെ ആയിട്ടുണ്ട്. 15 തരം ചായകൾ ഇവിടെ നിന്ന് രുചിക്കാം. 5 രൂപ മുതൽ 40 രൂപ വരെയുള്ള ചായ കുടിക്കാൻ ആവശ്യക്കാർ ഏറെയാണ്. കടം വാങ്ങിയ പണം കൊണ്ട് തുടങ്ങിയ സംരംഭം വിജയമായപ്പോഴുള്ള സന്തോഷം ഈ മുഖത്ത് ഇന്ന് പ്രകടമാണ്. സ്നാക്സ് ഐറ്റംസ് റെഗുലറായിട്ട് ചില ദിവസം എക്സ്ട്രാ നമ്മൾ കട്ട്ലറ്റ്, മീറ്റ് റോള്, സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കാണും ചില ദിവസം. പിന്നെ നോർമൽ നമ്മൾ ഒരുപാട് ഹ്യൂജായിട്ട് ഇട്ട് വെക്കാറില്ല. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഫ്രഷ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാർ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നവരും. ഒരു തവണ ചായ കുടിക്കാനെത്തിയവർ പോലും ഇന്നിപ്പോൾ ഇവിടെ നിത്യസന്ദർശകരാണ്. നമ്മൾ സ്ഥിരം വരാറുള്ളതാണ്. നമ്മൾ വൈകിട്ട് വരാറുണ്ട്. നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ നല്ല നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയ്ക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും ശില്പയുടെ ചായക്കടയ്ക്ക് ഫ്രാഞ്ചൈസികളുണ്ട്. ജീവനക്കാരിൽ കൂടുതൽ പേരും ശില്പയിൽ നിന്നും പ്രത്യേക പരിശീലനം നേടിയവരാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സ്പാനറും നട്ടും ബോൾട്ടും കുറച്ച് സ്ക്രൂകളും ഉപയോഗിച്ച് ചലച്ചിത്ര താരം ജയസൂര്യയുടെ കൊളാഷ് നിർമ്മിച്ച് വ്യത്യസ്തനായിരിക്കുകയാണ് ഒരു ചിത്രകലാ അധ്യാപകൻ. കോഴിക്കോട് കാരശ്ശേരി നെല്ലിക്കാപ്പറമ്പ് സ്വദേശി പ്രവീണാണ് ആട് 2 സിനിമയിലെ ഷാജി പാപ്പന്റെ കൊളാഷ് തയ്യാറാക്കിയത്. സ്പാനറും നട്ടും ബോൾട്ടും കുറച്ച് സ്ക്രൂകളും എല്ലാം കിട്ടിയാൽ അതിനെ കലാരൂപമാക്കി മാറ്റാൻ പ്രവീണിന് മണിക്കൂറുകൾ മതി. ജയസൂര്യയാണ് പ്രവീൺ സോപാനത്തിന്റെ ഇഷ്ടതാരം. അതുകൊണ്ട് ഷാജി പാപ്പന്റെ കൊളാഷാണ് രൂപം കൊണ്ടത്. മൂന്ന് മണിക്കൂറെടുത്താണ് വീടിന്റെ 1ാം നിലയിൽ നിലത്ത് ഈ കൊളാഷ് ഒരുക്കിയത്. ഇലിസ്ട്രേഷൻ ആൻഡ് കൊളാഷ് മിക്സർ രീതിയിലാണ് കലാരൂപം. ഞാനൊരു ടൂൾസ് ആവശ്യാർത്ഥം റൂമിലേക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ടൂൾസ് ബോക്സ് എടുത്തു. തൊട്ടടുത്തായിട്ട് കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ കവറിൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെയാണ് ജയസൂര്യയുടെ ഒരു മുഖം ഭാവന വരികയും അങ്ങനെ ചെയ്യാൻ കാരണം. ഈ കൊളാഷ് ജയസൂര്യ ഒന്ന് കാണണമെന്നതാണ് പ്രവീണിന്റെ ആഗ്രഹം. ശില്പകല, മ്യൂറൽ പെയിന്റിംഗ്, കാരിക്കേച്ചർ, കൊളാഷ്, ആർട്ട് പെയിന്റിംഗ് എന്നിവ കൂടാതെ സംവിധാനം തുടങ്ങിയ മേഖലയിലും പ്രവീൺ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലപ്പുറം പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ പ്രവീൺ തന്റെ സ്കൂളിൽ അബ്ദുൽ കലാമിന്റെ അർദ്ധകായിക പ്രതിഭയും സ്ഥാപിച്ചിട്ടുണ്ട്. മാളുകളിലും പാർക്കുകളിലും ആർട്ട് വർക്കുകൾ ചെയ്യുന്നതിന് പുറമെ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ശില്പകലയിലും പ്രവീണിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കാരശ്ശേരി. നാട്ടിൻ പുറത്തിൽ ഇനിയൊരു ഇടവേള. നീതവും കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിലെ അമല എന്ന 17കാരി കടന്നു കയറിയത് ഏഷ്യ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കാണ്. ഇത് അമല രവീന്ദ്രൻ. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 90% മാർക്ക് നേടിയാണ് ഇത്തവണ +2 പരീക്ഷ പാസ്സായത്. ഇരട്ടി മധുരമായി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും. 2 മിനിറ്റും 42 സെക്കൻഡും കൊണ്ടാണ് പിയാനോയിൽ വിസ്മയം തീർത്ത് പാട്ടും പാടി അമല റെക്കോർഡിലേക്ക് നടന്നു കയറിയത്. ചെറുപ്പം മുതൽ സംഗീതം അഭ്യസിച്ചു വരുന്ന അമല ഗാനമേളകളിലും സജീവമാണ്. അടിപൊളി പാട്ടുകൾ പാടി കേരളത്തിനകത്തും പുറത്തും ഈ മിടുക്കി ശ്രദ്ധ നേടി. മറ്റാരും ചെയ്യാത്ത ഇനം എന്ന നിലയ്ക്കാണ് കണ്ണുകെട്ടി പിയാനോ വായിക്കാൻ പരിശീലിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ഏറെ ശ്രമകരമായിരുന്നെങ്കിലും നിരന്തര പരിശ്രമത്തിലൂടെ വിജയിക്കാനായി. കീബോർഡ് നേരെ വെച്ച് പാട്ട് പാടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനത് പഠിച്ചു. പിന്നെ അതിന് ശേഷമായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞത്, നീ എന്തായാലും ഇത്രയും പഠിച്ചല്ലോ, എന്നാൽ നീ കണ്ണ് കെട്ടിയും കൂടി അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമായിരുന്നു കീബോർഡ് നേരെ വെച്ച് കണ്ണ് കെട്ടി കീബോർഡ് വായിച്ച് പാട്ടുപാടി പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് സാധിച്ചത്. കാർപ്പൻ്ററായി ജോലി ചെയ്യുന്ന രവീന്ദ്രൻ മകളുടെ സംഗീത പഠനത്തിനു വേണ്ടിയാണ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും മാറ്റിവെക്കുന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ മോക്ക് ഈ ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും കിട്ടുന്ന ആ സമയം തൊട്ട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷവും കടപ്പാടും നമ്മളെ എന്താ പറയേണ്ട മോളോടുണ്ട്. മോള് കാരണമാണ് ഇന്ന് ഞങ്ങളും കൂടി ഇങ്ങനെ മോളെ പേരിൽ അറിയപ്പെടുന്ന ഒരവസരം
ഉണ്ടാക്കി തന്നത്. മോളുടെ അമ്മയാണെന്ന് പറയാൻ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അതിന് കാരണം ഇങ്ങനെ ഒരു 2 ഏഷ്യൻ റെക്കോർഡ്, ഇന്ത്യൻ റെക്കോർഡ് അവൾക്ക് ലഭിച്ചു. അപ്പം അത് വലിയൊരു എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ മോൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവൾ ഈ ഒരു കീബോർഡ് കണ്ണുകെട്ടി വായിക്കാൻ കീബോർഡ് തിരിച്ചു വെച്ച് കണ്ണുകെട്ടി കൂടെ പാട്ട് പാടി വായിക്കാൻ വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടാണ് അവൾക്ക് ഇതിലെത്താൻ പറ്റിയത്. 2 അവാർഡുകൾ നേടി മലയോരത്തിന് അഭിമാനമായി മാറിയ അമലയ്ക്ക് അഭിനന്ദനങ്ങൾ നേരാൻ ഒട്ടേറെ പേരാണ് പാടിയോട്ടുചാലിലെ വീട്ടിലെത്തുന്നത്. ശ്രീനി ആലക്കോട്ട്, ന്യൂസ് 18 ചെറുപുഴ. വിരൽത്തുമ്പിൽ പേന കറക്കി ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് മലപ്പുറം വേങ്ങര സ്വദേശി സിനാൻ. 1 മിനിറ്റിൽ 108 തവണ വിരൽത്തുമ്പിൽ പേന കറക്കിയാണ് നേട്ടം കരസ്ഥമാക്കിയത്. കാനഡയിൽ നിന്നുള്ള അലേഷ്യ അമോട്ടോയുടെ പേരിലുള്ള റെക്കോർഡാണ് സിനാൻ പഴങ്കഥയാക്കിയത്. നേരത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സിനാൻ നിരന്തര പരിശീലനത്തിലൂടെ ലോക റെക്കോർഡും കരസ്ഥമാക്കിയിരിക്കുകയാണ്. 1 മിനിറ്റിൽ 108 തവണ വിരൽത്തുമ്പിൽ പേന കറക്കിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. ഇത് ഇങ്ങനെ റെക്കോർഡ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. ഇത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അതായത് ഹോബി ആയിട്ട് എടുക്കാം എന്ന രീതിയിലാണ് ഞാനിത് പഠിച്ചെടുത്തത്. ഇങ്ങനെ റെക്കോർഡ് ഉള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഡിഗ്രി 2ാം വർഷം ആയപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അത് 2020 നവംബറിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ 10 സെക്കൻഡിൽ കുറഞ്ഞ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് തന്നെ ഈ നേട്ടം നേടാൻ കൈവരിച്ച ഒരു പ്രധാന ഘടകം. ഫെബ്രുവരിയിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഗിന്നസ് റെക്കോർഡിന് അപേക്ഷിക്കുവാനുള്ള വീഡിയോ നിർമ്മിച്ചത്. നൌഷാദ് അലി, ലൈല ബി ദമ്പതികളുടെ മകനായ സിനാൻ വേങ്ങര മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ 3ാം വർഷ BCA വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 തിരൂർ. കോവിഡ് കാലത്ത് ബസ് വ്യവസായം പ്രതിസന്ധിയിലായപ്പോൾ പശുപരിപാലനം ജീവിതമാർഗമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് കൊടക്കാട് വലിയ പോയിലിലെ TV രാഗേഷ്. 1.5 വർഷമായി രാഗേഷിന്റെ ജീവിതമാർഗം പശു വളർത്തലാണ്. വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിക്കെട്ടിയ ബസ് ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഡീസൽ വില വർധനയും കോവിഡ് പ്രതിസന്ധിയും ചെറുകിട സ്വകാര്യ ബസ് ഉടമകളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ പലരും പല മേഖലയിലേക്ക് ചുവടുമാറ്റി. സ്വന്തമായി 2 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന രാഗേഷ് ഇപ്പോൾ മുഴുവൻ സമയ ക്ഷീര കർഷകനാണ്. ലോക്ക്ഡൌണിൽ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ 2 പശുക്കളെ വാങ്ങിയായിരുന്നു തുടക്കം. ഇപ്പോൾ 5 കിടാരികൾ ഉൾപ്പെടെ 16 പശുക്കളുണ്ട്. പുതിയ ജീവിത സാഹചര്യത്തിൽ ഏറെ സന്തുഷ്ടനാണ് രാഗേഷ്. രാവിലെ 3:30 എണീക്കും, 6-7 മണി നമുക്ക് പാല് എടുക്കാൻ വേണ്ടി വരും. ഉച്ചയ്ക്ക് പിന്നെ നമ്മനെ വണ്ടിയിൽ കൊണ്ടു കൊടുക്കലാണ്. പ്രത്യേകിച്ച് പോകാനൊന്നും പറ്റില്ല, എന്നാലും ഇത് കൂടി പറഞ്ഞാൽ മനസ്സിന് സന്തോഷം. ഇപ്പോൾ ടെൻഷനില്ലാത്തൊരു ജീവിതം അത്ര തന്നെ. വണ്ടി പുലർച്ചെ 3 മണിയോടെ ആരംഭിക്കുന്നതാണ് രാഗേഷിന്റെ ഒരു ദിനം. ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീരകർഷകനാണ് രാഗേഷ്. ഇപ്പോൾ 100 ലിറ്ററോളം പാൽ സംഘത്തിൽ കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തി പാൽ വാങ്ങുന്നവരും ഏറെയാണ്. സർക്കാർ ധനസഹായം ലഭിക്കുകയാണെങ്കിൽ ഫാം കൂടുതൽ വിപുലപ്പെടുത്താനാണ് തീരുമാനം. കോവിഡ് പ്രതിസന്ധി അകന്നാലും പൂർണ്ണമായും പഴയ തൊഴിൽ മേഖലയിലേക്ക് പോകാൻ രാഗേഷിന് താല്പര്യമില്ല. ന്യൂസ് 18 ചെറുവത്തൂർ. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ ഒരിടമുണ്ട് പെരുമ്പാവൂർ കീഴിലത്ത്. മണിയടി ശബ്ദം കേൾപ്പിക്കുന്ന മണിപ്പാറയും ചെങ്കുത്തായ മലയിൽ തട്ടുതട്ടായി ഒഴുകുന്ന വെള്ളച്ചാട്ടവും. അധികം ആരുമെത്താത്ത ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിഞ്ഞേക്കും. മലമുകളിൽ നിന്നും ഉരുളൻകല്ലുകളിലൂടെ തട്ടിത്തെറിച്ചൊഴുകുന്ന മനോഹരമായ ഈ വെള്ളച്ചാട്ടം പച്ചപ്പിന് നടുവിൽ സുരക്ഷിതത്വവും സ്വകാര്യതയും നൽകുന്ന ഇവിടെ കുടുംബസമേതം എത്താൻ പറ്റിയ ഇടമാണ്. മണിനാദം പുറപ്പെടുവിക്കുന്ന മണിപ്പാറയാണ് പ്രധാന ആകർഷണം. ഈ ശബ്ദം 4 കിലോമീറ്റർ ദൂരത്തിൽ വരെ കേൾക്കും. പെരുമ്പാവൂർ രായമംഗലത്താണ് അധികമാരുമെത്താത്ത പ്രകൃതിയുടെ ഈ കൗതുകം. വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നും ചെങ്കുത്തായ മലയിലൂടെ
ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ചാൽ മണിപ്പാറയ്ക്ക് സമീപമെത്താം. മണിപ്പാറ ഇത്രയേ ഉള്ളൂ. ഇവിടെ മൊത്തം കൽക്കൂട്ടാണ്. അതിലൊരു കല്ല് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ സംഭവം ആർക്കും അറിയാൻ പാടില്ല. ചരിത്രത്തിന്റെ അവശേഷിപ്പായ പുരാതന ജൈനമത ക്ഷേത്രമായിരുന്ന കല്ലിൽ ഗുഹാക്ഷേത്രത്തിന് 200 മീറ്റർ അടുത്താണ് മണിപ്പാറ. സർക്കാരിന്റെ അധീനതയിലുള്ള ഈ സ്ഥലം ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുകയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ മനോഹരമായ ഇടവും അത്ഭുത മണിപ്പാറയും സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനകത്ത് മണിയടിക്കുന്ന ഒരു സൗണ്ട്, അല്ലെങ്കിൽ വോട്ടുപാത്രത്തിൽ മുട്ടുന്ന ഒരു സൗണ്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരം നമുക്ക് അതിൽ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് കാലങ്ങളായിട്ട് തുടർന്ന് പോയിരുന്നു. ഇപ്പോൾ അതിനകത്ത് ആ പാറയുടെ പേരിൽ മണി മുട്ടാൻ വരുന്നതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള പോരായ്മകളും ഇവിടെ നടക്കാറുണ്ട്. പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും പല വിധത്തിലും കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. KNSR ന്യൂസ് 18 പെരുമ്പാവൂർ. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന അപ്പുവിനെയും അമ്മിണിയെയും പരിചയപ്പെടാമിനി. കൊട്ടാരക്കര ഇഞ്ചക്കട്ടെ 2 നായകളാണ് നാടിന്റെ കാവൽക്കാരായി മാറിയിരിക്കുന്നത്. ഇവർ ഇഞ്ചക്കാടിന്റെ കാവൽക്കാരായിട്ട് 10 വർഷം പിന്നിടുന്നു. നാട്ടുകാരോടുള്ള ഇണക്കവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ ആരോ ഓമനിച്ചു വിളിച്ച പേരാണ് അപ്പുവും അമ്മിണിയും. മോഹൻപിള്ളയുടെ കടയ്ക്ക് കാവലാളായവർ നാട്ടുകാർക്കും കരുതലൊരുക്കി. ഇതോടെ കൃത്യസമയങ്ങളിൽ ഭക്ഷണവും നൽകി തുടങ്ങി. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തും ഈ വർഷത്തെ ലോക്ക്ഡൗൺ സമയത്തും ആരും ഇതിനൊരു ആഹാരം കൊടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഇതിനു വേണ്ടി ആഹാരം, അതോ ഇറച്ചിയോ മീനോ ഇല്ലെങ്കിൽ അത് ആഹാരം കഴിക്കുകയില്ല. ആ ആഹാരം വീട്ടിൽ നിന്ന് ഇറച്ചി മീൻ സഹിതം വെച്ച് ഇതിനെ തീറ്റിപ്പറ്റി ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇഞ്ചക്കാട് നിവാസികൾ അസമയങ്ങളിൽ വാഹനമിറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലും അപ്പുവും അമ്മിണിയും കൂട്ടിനെത്തും. നാട്ടുകാരുടെ വാഹനങ്ങൾ സൂക്ഷിക്കുകയും മറ്റു തെരുവ് നായകളെ വിരട്ടി ഓടിക്കാനും ഇവർ മിടുക്കരാണ്. ഡ്രൈവർ നമ്മൾ ഞാനത് ബൈക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് പോകുന്നത്. നമ്മുടെ ജംഗ്ഷനിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ആ വണ്ടിയുടെ തൊടാൻ പോയി. നമ്മളിവിടെ വന്ന് ഇവന്മാരെ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വണ്ടി എടുത്ത് പോകും. അച്ചടക്കത്തിൽ വളർത്തുനായകളെക്കാൾ മുൻപന്തിയിലാണ് അപ്പുവും അമ്മിണിയും. ലോക്ക്ഡൌണിൽ വീടുകളിൽ നിന്നും മുടങ്ങാതെ ഭക്ഷണവും എത്തിച്ചു നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് എവിടെ നിന്നോ എത്തിയ 2 പേരും ഇപ്പോൾ ഇഞ്ചക്കാട് ഗ്രാമത്തിന്റെ കാവൽക്കാരായി മാറിയിരിക്കുകയാണ്. വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.